കാൽവരിനാഥ മിനിസ്ട്രിയുടെ മോർണിംഗ് വോയിസിലേക്ക് ആർദ്രമായ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് വോയിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ശരീരം, നമ്മുടെ ജഡം ബലഹീനമാണ്. പക്ഷേ ആത്മാവ് ഒരുക്കമുള്ളതായി എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരിക്കലൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മനുഷ്യനെ കണ്ടു. വളരെ വിഷണ്ണനായി അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. സുവിശേഷം പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടു ചോദിച്ചു, താങ്കൾ എന്താണ് ഇത്ര വിഷണ്ണനായി ഇവിടെ ഇരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് ചില കാര്യങ്ങൾ അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ നീണ്ട മാസങ്ങളായിട്ട് ഞാൻ ആ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥനകളെല്ലാം നിർത്തി. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം മറുപടി തരികയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷേ എനിക്ക് ആ സാധനങ്ങൾ, എനിക്ക് ആവശ്യങ്ങൾ ലഭിച്ചേ മതിയാകുകയുള്ളൂ. ഞാൻ പക്ഷേ പ്രാർത്ഥന നിർത്തി. വീണ്ടും അദ്ദേഹത്തോട് സംസാരിച്ചു. നമ്മുടെ ദൈവം മറുപടി തരാത്ത ഒരു ദൈവമല്ല. ആയിരുന്നെങ്കിൽ 40 വർഷക്കാലം ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ ദൈവം നടത്തുമ്പോൾ അവരുടെ അപേക്ഷകൾക്ക് മുമ്പ് ദൈവം മൗനവാസം അനുഭവിക്കുമായിരുന്നു, മൗനം ചെയ്യുമായിരുന്നു. പക്ഷേ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകിയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ ആയിരക്കണക്കിനുള്ള ജനത്തെ ദൈവം പോറ്റിപ്പുലർത്തിയെങ്കിൽ, സ്നേഹിത, നമ്മുടെ സകല ആവശ്യങ്ങൾക്കും ദൈവം മറുപടി തരും. പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട്, പലപ്പോഴും നാം ദൈവസന്നിധിയിൽ കരയുന്നുണ്ട്. പക്ഷേ ലഭിക്കുന്നതുവരെ കരയാനുള്ളൊരു മനസ്സ് നമുക്കില്ല. നമ്മുടെ വിഷയങ്ങൾ കർത്താവ് നൽകുന്നതുവരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടാകണം. ഇന്ന് ആ മറുപടി ലഭിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും പ്രാർത്ഥിക്കണം, നാളെ ലഭിച്ചില്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതുവരെ, ലഭിക്കുന്നതുവരെ പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുവാൻ കഴിയണം. അതാണ് ദൈവത്തിൻ്റെ ദാസന്മാരുടെ അനുഭവം. അതാണ് ദാനിയേൽ പഠിപ്പിച്ചത്, ദാവീദ് പഠിപ്പിച്ചത്, നെഹമ്യാവ് പഠിപ്പിച്ചത്. അതായിരിക്കട്ടെ നമ്മുടെ ചിന്ത. നമ്മുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വലുതാകാം, പക്ഷേ അതിന് മറുപടി ലഭിക്കുന്നതുവരെ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കാൻ സ്നേഹിത, താങ്കൾക്ക് മനസ്സുണ്ടെങ്കിൽ മറുപടിയുമായി ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ അടുക്കിലെത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, അങ്ങ് മറുപടി തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതുവരെ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് കരയുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം. മടിയും അലസതയും അവിടുന്ന് ക്ഷമിക്കണമേ. പ്രാർത്ഥനയുടെ കുറവ് അവിടുന്ന് ക്ഷമിക്കണം. ഞങ്ങൾക്ക് അവിടുന്ന് മറുപടി തന്നേ മതിയാകുകയുള്ളൂ. വീണ്ടും വീണ്ടും ആത്മാവ് ഒരുക്കമുള്ളതായി, ജഡം ബലഹീനമാണെങ്കിൽ പോലും ആത്മാവ് ഒരുക്കമുള്ളവരായി ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് കരയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. വചനം കേൾക്കുന്ന ആയിരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ പകരണമേ. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നേടിയെടുക്കുവാൻ ദൈവം സഹായിക്കണം. തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.